മനസ്സിനെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞു പോകുന്നതല്ലാതെ എല്ലാവരും പറയുന്ന ഒരു കാര്യം മാത്രം ഞാൻ പറയാൻ മറന്നു. വേറൊന്നുമല്ല, നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ആ ഒരു ഉപകാരം എല്ലാവരുടെയും മനസ്സിൽ തോന്നിക്കട്ടെ. ഞാനൊരു ചെറിയൊരു വീഡിയോ അതിന് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാതെ പോയിട്ടുണ്ടെങ്കിൽ ഇത് കേൾക്കുന്നവർ അങ്ങനെ ചെയ്യുമെന്നും നിങ്ങളുടെ മനസ്സിനത് തോന്നുമെന്നും വിചാരിക്കുന്നു. പിന്നെ നമ്മളിനി പറയാൻ പോകുന്നത് മനസ്സിൻ്റെ ധൈര്യം, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സെത്ര സ്ട്രോങ് ആണ് എന്നതിനെക്കുറിച്ചാണ്. ചിലർ പറയാറുണ്ട്, എന്താണ് ഈശ്വര എൻ്റെ ജീവിതം ഇങ്ങനെ, ഒരു പ്രശ്നം കഴിയുമ്പോൾ അടുത്തത് എന്നുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോകാണ്. എന്നും പ്രശ്നങ്ങൾ. എന്താ എൻ്റെ ജീവിതത്തിൽ മാത്രം ഇത്രയും പ്രശ്നങ്ങൾ? ഇത് ചെറുതുവല്ലതാണോ? ഇത്രയും വലിയ വലിയ പ്രശ്നങ്ങൾ, ഇതെല്ലാം കൂടി എനിക്ക് പറ്റുന്നില്ല. ജീവിതമേ വേണ്ടാന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ജീവിതം അവസാനിപ്പിക്കും. എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത്? ഇങ്ങനെ കാട് കയറി ചിന്തിക്കുന്ന ഒത്തിരി പേരുണ്ട്. എനിക്കറിയാം, അങ്ങനെ ചിന്തിക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പം എന്നോട് ഇങ്ങനെ ഒരാൾ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമാണ്. ചിലർക്ക് ദൈവവിശ്വാസം ഉള്ളവർ കാണും, ഇല്ലാത്തവരും കാണും. എന്നാലും ഈശ്വരൻ എന്തിനാണ് ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈശ്വരൻ എന്നുള്ള രീതിയിൽ ചിന്തിക്കാതെ, ഈശ്വരൻ അല്ലാതെയും ചിന്തിക്കാം, ഈശ്വരൻ എന്ന രീതിയിൽ ചിന്തിക്കാം. എങ്ങനെയായാലും പറയാം, നിങ്ങൾ നല്ല സ്ട്രോങ് ആണ്. അതായത് എന്ത് പ്രതിബന്ധം വന്നാലും അതിനെ തരണം ചെയ്യുവാനുള്ള ഒരു കഴിവ് നിങ്ങളുടെ മനസ്സിനുണ്ട്. ചില സന്ദർഭങ്ങളിൽ, ചില പ്രശ്നങ്ങളിൽ ഒരാളുടെ സഹായം ഇല്ലാതെ, ഒരാളോടും ഒരഭിപ്രായം പോലും ചോദിക്കാതെ കാര്യങ്ങൾ വ്യക്തമായി ചെയ്ത് തീർക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ മനസ്സ് അതിന് നിങ്ങളെ പ്രാപ്തരാക്കിക്കൊണ്ടേയിരിക്കും. സത്യമാണ് ഞാനീ പറയുന്നത്, 100% സത്യമാണ്. നിങ്ങൾക്ക് അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കൂ. ചിലപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കും ഓരോ പ്രശ്നങ്ങൾ നേരിടുന്നത്. ചിലരെ കണ്ടിട്ടില്ലേ, രാവിലെ വെളുപ്പിനെ എഴുന്നേറ്റ് ജോലിക്ക് പോകണം, അതിൻ്റെ ഇടയ്ക്ക് മുതിർന്ന വയ്യാതെ കിടക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ നോക്കണം, പിന്നെ വീട്ടുകാര്യങ്ങൾ നോക്കണം, ഇപ്പോൾ ഓഫീസ് സംബന്ധമായ കാര്യങ്ങൾ നോക്കണം. അങ്ങനെ എണ്ണിയാ തീരാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു നിമിഷം പോലും നിങ്ങൾക്ക് ഇരിക്കാനുള്ള സമയം കിട്ടില്ല. ചിലരുണ്ട് അങ്ങനെ ഓടി നടന്ന് ജോലി ചെയ്യാമെന്നൊക്കെ പറയുന്നില്ല, അതേപോലെ തന്നെ ഒരു കാര്യം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, അത് പരിഹരിക്കും. അപ്പോൾ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്യണം. ചിലർ പറയും, ഇത് ആ പെങ്കൊച്ചിനെ കണ്ടെന്നു, അല്ല ആ പയ്യനെ കണ്ടു പഠിക്കും, എന്തെല്ലാം കാര്യങ്ങളാണ് ആ ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, നിങ്ങൾ അത്ര സ്ട്രോങ് ആണ്, നിങ്ങളുടെ മനസ്സ് അത്ര സ്ട്രോങ് ആണ്. നിങ്ങളുടെ മനസ്സിൻ്റെ ആ ധൈര്യം, കഴിവ്, നിങ്ങളുടെ ആത്മവിശ്വാസം, ഇത് നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്ക് ഓരോ ദിവസവും ഇങ്ങനെ മടുപ്പില്ലാതെ, അല്ലെങ്കിൽ എന്തായിക്കോട്ടെ, മടുപ്പുണ്ടെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾക്കത് ചെയ്യുവാൻ പറ്റുന്നത് നിങ്ങളുടെ മനസ്സ് സ്ട്രോങ്ങായി നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് കൊണ്ടാണ്. കാരണം മനസ്സിന് നിങ്ങളെക്കാളും നന്നായിട്ട് അറിയാം നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് മനസ്സിനാണ്. അപ്പം മനസ്സിനറിയാം, ഇവൾ ചെയ്തില്ലെങ്കിൽ മറ്റാരും ചെയ്യാനില്ല. അപ്പോൾ അവൾക്ക് വേണ്ട പ്രോത്സാഹനം, അല്ലെങ്കിൽ അവന് വേണ്ട പ്രോത്സാഹനം ചെയ്ത് കൊടുക്കേണ്ടത് ഞാൻ തന്നെയാണ്. നിങ്ങളൊരു നിമിഷം ഒന്ന് പകച്ച് നിന്ന് പോയി, അപ്പം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഒരാൾ പറയും, അതെ നിങ്ങൾ ഒറ്റയ്ക്കുള്ളൂ, നിങ്ങളാണ് തന്നെ ചെയ്യേണ്ടത്, കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടതാണ്, അതല്ല അതിപ്പം ചെയ്തിട്ട് ഒരിടത്ത് ഇരിക്കുന്നതല്ലേ, ഇങ്ങനെ പറയാൻ. അപ്പം നിങ്ങൾക്ക് ഇരിക്കാൻ തോന്നില്ല.
കറക്റ്റല്ലേ? അതെ, ചിലരുണ്ട് കേട്ടോ, ചിലർ. ഞാനതിനൊരു ഭാഗ്യമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അതായത് ചുറ്റുപാട് ഒരുപാട് പേരുണ്ട്, ഓരോന്ന് ചെയ്യും, അവർക്കൊന്നും ചെയ്യാനില്ല ജീവിതത്തിൽ. സത്യമാണ്, അവർക്ക് ഒന്നുമേ ചെയ്യാനില്ല, എല്ലാം ചെയ്തു കൊടുക്കാൻ ആളുണ്ട്. അങ്ങനെ ചുറ്റുപാട് നിന്ന് എല്ലാം ചെയ്തു കൊടുക്കാൻ ഒരാളുണ്ടെങ്കിൽ പിന്നെ ആ ജീവിതത്തിന് എന്താണ് പ്രസക്തി? സ്വന്തമായി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്ത് ജീവിതത്തിലെ ആ ചെറിയ ചെറിയ സുഖങ്ങളും ചെറിയ ചെറിയ സങ്കടങ്ങളും എല്ലാം അനുഭവിച്ചുകൊണ്ട് പോകുമ്പോഴാണ് ഒരു ജീവിതമായി മാറുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെ സ്ട്രോങ് ആയ ഒരാളാണോ നിങ്ങൾ? നിങ്ങൾ മനസ്സുകൊണ്ട് സ്ട്രോങ് ആയതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ദൈവം നിങ്ങളെ ഓരോ തവണ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് പിടികിട്ടാത്ത ഒരാപത്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നാൽ ആ നിമിഷം ഈ പ്രപഞ്ചത്തിലെ ശക്തി അതിനെ എതിർത്തുകൊണ്ട് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അത് ഉറപ്പാണ്.